മോഹൻലാലിനെ വെച്ച് നിരവധി സിനിമകൾ ചെയ്യാൻ വേണ്ടി വരിവരിയായി നിരവധി സംവിധായകരും തിരക്കഥാകൃത്തുക്കളും മറ്റ് അണിയറ പ്രവർത്തകരും നിൽക്കുകയാണ് എന്ന് തന്നെ ഈ അവസരത്തിൽ പറയാം. കാരണം മോഹൻലാലുമായി വരാൻ പോകുന്ന പ്രോജക്റ്റുകളുടെ ഒരു നിര തന്നെ വാർത്തകളായി എത്തിയിട്ടുണ്ട്. പല അപ്ഡേറ്റുകളും ഇതിനോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെയൊക്കെ ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്നു, മറ്റു ചിലതൊക്കെ വേറെ പല പ്രൊഡക്ഷനുകളിൽ നിന്നും. നിരവധി പ്രമുഖ സംവിധായകർ മോഹൻലാലിനോട് കഥ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലതൊക്കെ മോഹൻലാൽ റിജക്ട് ചെയ്തു എന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മോഹൻലാൽ ഇതൊക്കെ എപ്പോൾ കേൾക്കും എന്നതാണ് വലിയൊരു കൗതുകം. അതിനൊക്കെ ഒരു മറുപടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. തുടർച്ചയായുള്ള വൻ വിജയങ്ങളിലൂടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കിരീടം തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് മോഹൻലാൽ. 1980കളിൽ തുടങ്ങി പലതവണ ഇൻഡസ്ട്രി ഹിറ്റുകൾ സ്വന്തമാക്കിയ സൂപ്പർ സ്റ്റാറിന് തന്റെ വലിയ വിജയങ്ങളിലേക്കുള്ള യാത്രയിൽ കിട്ടിയ സന്തത സഹചാരിയാണ് ആന്റണി പെരുമ്പാവൂർ. മോഹൻലാലിന്റെ വിജയങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന നിർമ്മാതാവ്. താരത്തിന്റെ കരിയറിന്റെ ഏറ്റവും മോശം കാലത്തും ഒരുപാട് പഴി കേട്ടു. എന്നാൽ മോഹൻലാലിന്റെ സിനിമാ തെരഞ്ഞെടുപ്പിൽ തന്റെ റോൾ എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആന്റണി ഇപ്പോൾ. ഒരു അഭിമുഖത്തിലാണ് മോഹൻലാലുമായുള്ള വർഷങ്ങൾ നീണ്ട ആത്മബന്ധത്തെക്കുറിച്ചും മലയാള സിനിമയുടെ ഏറ്റവും കരുത്തനായ പ്രൊഡ്യൂസറിലേക്കുള്ള വളർച്ചയെക്കുറിച്ചും ആന്റണി പെരുമ്പാവൂർ മനസ്സ് തുറന്നത്. ലാൽ സാർ കൂടെയുള്ളപ്പോൾ സ്വപ്നങ്ങൾ കാണാൻ തനിക്ക് ഭയമില്ലെന്ന് പറഞ്ഞ നിർമ്മാതാവ് തന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ആശീർവാദ് സിനിമാസിന്റെ വലിയ വളർച്ചയിൽ സന്തോഷവാനാണ്. വളരെ കാലമായി പ്രേക്ഷകരും മോഹൻലാൽ ഫാൻസും ചോദിക്കാൻ ആഗ്രഹിച്ച ചില ചോദ്യങ്ങൾക്കും അഭിമുഖത്തിൽ ആന്റണി പെരുമ്പാവൂർ മറുപടി നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോഹൻലാൽ ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ തനിക്കുള്ള പങ്ക് എന്താണ് എന്നതാണ്. മോഹൻലാൽ ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ താൻ ഭാഗമാകാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ പകുതി ശരിയും പകുതി തെറ്റും ഉണ്ടെന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. ആശീർവാദ് സിനിമാസ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രങ്ങളുടെ കഥകൾ കേൾക്കാൻ ലാൽ സാറിനൊപ്പം താനും കൂടാറുണ്ടെന്ന് തുറന്നു പറഞ്ഞ നിർമ്മാതാവ് എന്നാൽ താരത്തിന്റെ മറ്റ് ചിത്രങ്ങളുടെ കാര്യത്തിൽ താൻ ഇടപെടാറില്ല എന്നും കൂട്ടിച്ചേർത്തു. ആ തെരഞ്ഞെടുപ്പ് ലാൽ സാറിന്റേത് മാത്രമാണ്. മറ്റ് നിർമ്മാതാക്കൾ ഒരുക്കുന്ന ചിത്രങ്ങളിൽ ഇടപെടാത്തതിന് പ്രധാന കാരണം പിന്നീട് എന്തെങ്കിലും കാരണത്താൽ അത് നടക്കാതെ വന്നാൽ ആന്റണിയുടെ ഇടപെടൽ മൂലമാണെന്ന് പഴി കേൾക്കേണ്ടി വരും എന്നതാണ്. അതിനാൽ ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന ചിത്രങ്ങളിൽ മാത്രമേ ശ്രദ്ധ ചെലുത്താറുള്ളൂ. നരസിംഹം മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ 25 വർഷങ്ങളായി ആശീർവാദ് സിനിമാസ് മലയാളത്തിന് സമ്മാനിച്ച ചിത്രങ്ങളിൽ മിക്കവയും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങൾ ആയിരുന്നു. ആന്റണി പെരുമ്പാവൂർ മലയാള സിനിമയിലെ ഏറ്റവും കരുത്തുറ്റ നിർമ്മാതാവായി ഉയർന്നപ്പോൾ മോഹൻലാലിനെ കാത്തിരുന്നത് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സൂപ്പർ താരം എന്ന പദവിയാണ്. എന്നാൽ വിജയങ്ങൾക്കൊപ്പം ചില അപ്രതീക്ഷിത പരാജയങ്ങളും ആശീർവാദ് സിനിമാസും ആന്റണിയും നേരിട്ടു. പല കഥകളും ആദ്യം കേൾക്കുമ്പോൾ വലിയ ആവേശം തോന്നും. ഇത് സിനിമയാക്കിയാൽ വളരെ നന്നാകും എന്ന് തോന്നാറുള്ള പല ആശയങ്ങളും എടുത്തു വരുമ്പോൾ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാറില്ല. എന്നാൽ ഒരിക്കൽ ഒരു ടീമിനൊപ്പം സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അതുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യാറ്. പലപ്പോഴും ഒരു നിർമ്മാതാവ് എന്ന നിലയ്ക്ക് പൂർണ്ണമായി സന്തോഷം തരാത്ത ചിത്രങ്ങളുടെ ഭാഗമാകേണ്ടി വന്നിട്ടുണ്ട്. ചില പരിശ്രമങ്ങൾ വിജയം കണ്ടില്ലെന്ന് വെച്ച് അതിനു പിന്നിൽ പ്രവർത്തിച്ചവരോട് വിദ്വേഷം വെച്ച് പുലർത്താറില്ല. ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോഴാണ് മോഹൻലാലുമായി കഥകൾ കേൾക്കുന്നതിന്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മളും ചിന്തിക്കുന്നത്. മോഹൻലാൽ തന്നെയാണ് പല കാര്യങ്ങളും കേൾക്കുന്നതും. എന്നാൽ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് സ്വന്തം പ്രൊഡക്ഷന്റെ കാര്യവുമാണ്. അപ്പോഴാണ് മോഹൻലാലുമായി സിനിമ ചെയ്യാൻ നിരവധി പേർ കാത്തു നിൽക്കുന്നു എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിൽ ഒരാൾ കൂടി ഇപ്പോൾ തകൃതിയായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലുമായി ഒന്നിക്കാൻ പോകുന്നത് മറ്റൊരു യുവ സംവിധായകനായ ഡിജോ ജോസ് ആന്റണിയാണ്. ഡിജോ ജോസ് ആന്റണിയും മോഹൻലാലും ചേർന്നൊരു സിനിമ വരാൻ പോകുന്നു എന്ന രീതിയിലുള്ള റൂമറുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പോൾ വീണ്ടും അത് പൊങ്ങി വന്നിരിക്കുകയാണ്. കാരണം ഡിജോ ജോസ് ആന്റണിയും മോഹൻലാലും തമ്മിൽ സജീവ ചർച്ചയാണ് പുതിയൊരു പ്രോജക്റ്റിന് വേണ്ടിയുള്ള കാര്യത്തിനായി. അത് പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ആദ്യം പറഞ്ഞ കഥ മോഹൻലാൽ നിരസിച്ചിരുന്നു. അത് വേണ്ടെന്ന് വെച്ചെങ്കിലും പുതിയൊരു വിഷയവുമായി ഡിജോ ജോസ് ആന്റണി മുന്നോട്ട് വന്നിരിക്കുകയാണ്. മോഹൻലാലുമായി ആ വിഷയമായി സജീവ ചർച്ച പുരോഗമിച്ചതിന് ശേഷം മോഹൻലാൽ അതിന് പച്ചക്കൊടി കാണിച്ചു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഇത് കാണിച്ച സ്ഥിതിക്ക് അടുത്ത അപ്ഡേറ്റ് എന്താണ് എന്നുള്ളതിന്റെ കാത്തിരിപ്പാണ്. നിരവധി പേർ മോഹൻലാലുമായി കഥകൾ ഡിസ്കസ് ചെയ്ത് ഇരിക്കുകയാണ്. ഇപ്പോൾ മോഹൻലാലിന് അടുപ്പിച്ച് വമ്പൻ വിജയങ്ങൾ മോളിവുഡിന് സമ്മാനിക്കാൻ കഴിഞ്ഞതോടെ ഈ ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നു. ആദ്യം ആര് ചെയ്യും, ആദ്യം ആർക്ക് മോഹൻലാൽ ഡേറ്റ് കൊടുക്കും എന്ന രീതിയിൽ തന്നെ. കാരണം അത്രയ്ക്ക് നീണ്ട ഒരു നിര പ്രോജക്റ്റ് തന്നെ മോഹൻലാൽ ഓക്കെ പറഞ്ഞിരിപ്പുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നതും. അപ്പോൾ ആദ്യം ആർക്ക് നറുക്ക് വീഴും എന്നതൊക്കെയാണ് പല രീതിയിലുള്ള കാര്യങ്ങൾ. തരുണിനെയൊക്കെ പോലെ ഗംഭീര രീതിയിൽ മോഹൻലാലിനെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ കൊള്ളാമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. എന്തായാലും ഇവരൊക്കെ പ്രൂവ് ചെയ്ത സംവിധായകർ തന്നെയാണ്. മോഹൻലാലിനെ വെച്ച് എങ്ങനെ ഒരുക്കുന്നു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പോഴത്തെ ഡിജോ ജോസ് ആന്റണിയും മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നില്ലെങ്കിലും ഇപ്പോൾ വരുന്ന സൂചനകൾ ഇതൊക്കെയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വരട്ടെ.